നമസ്കാരം, ഗായൂസ് ഗൈഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ആരോഗ്യം, അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണെന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പ്, രണ്ടാമത്തെ കാർഡ് നിങ്ങളുടെ കരിയർ, മൂന്നാമത്തെ കാർഡ് നിങ്ങളുടെ ആരോഗ്യം, നാലാമത്തെ കാർഡ് നിങ്ങൾക്കുള്ള സന്ദേശം. ആദ്യത്തെ കാർഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം. റിലേഷൻഷിപ്പ് വന്നിരിക്കുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങളുടെ കരിയർ കിങ് ഓഫ് വാൻസ് ആണ്. നിങ്ങളുടെ ഹെൽത്ത് ഹൈ പ്രിസ്റ്റസ് ആണ്. നിങ്ങൾക്കുള്ള സന്ദേശം 9 ഓഫ് വാൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ കാർഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കുള്ള ബന്ധങ്ങളിൽ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളൊരു ഒറ്റയ്ക്ക് സമയം ആസ്വദിക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവരോ ആവാം. അതുപോലെ തന്നെ സാമ്പത്തിക ഭദ്രതയുണ്ട്, കാരണം പെൻറ്റക്കിൾസ് ഇതിൽ നിറയുണ്ട്. സാമ്പത്തിക ഭദ്രതയുണ്ട്, അതുപോലെ തന്നെ സ്വയം പര്യാപ്തത, ഇതും ഈ കാർഡിൻ്റെ ഒരു സൂചനയാണ്. ഒരു ബന്ധത്തിലാണെങ്കിൽ പോലും വ്യക്തിപരമായ ഒരു സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു കാർഡാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകതയാണ് ഭയങ്കര ഹൈ ആയിട്ട് ജീവിക്കുന്ന, ആഡംബരത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ നേട്ടങ്ങളുള്ള, അല്ലെങ്കിൽ ഒരു സമാധാനപരമായ നിലനിൽപ്പ്, ഇതെല്ലാം ഇതിൽ നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിലാണ് പോകുന്നത് എന്നാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് കിങ് ഓഫ് വാൻസ് ആണ്. കിങ് ഓഫ് വാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങളൊരു നേതാവിനെ പോലെ ആയിരിക്കുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ എവിടെയാണോ പ്രവർത്തിക്കുന്നത് അവിടെ നിങ്ങളൊരു നേതാവിനെ പോലെ ആയിരിക്കും. നല്ലൊരു കോൺഫിഡൻസ് ഉള്ള, അല്ലെങ്കിൽ നല്ലൊരു എനർജറ്റിക് ഉള്ള, അല്ലെങ്കിൽ ക്രിയേറ്റീവ് മൈൻഡുള്ള ഒരാളായാണ് കാണിക്കുന്നത്. നിങ്ങൾ പുതിയ എന്തെങ്കിലും കാര്യം ഏറ്റെടുക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും കഴിവുള്ളവരായിരിക്കും. നിങ്ങളുടെ കരിയറിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകാനും നേതൃത്വപരമായ സ്ഥാനങ്ങളിലെത്താനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു റിസ്ക് ഏറ്റെടുത്ത് നിങ്ങൾക്ക് പ്രവർത്തിക്കാനും മടിയില്ലാത്ത ആൾക്കാരാണ് ഈ കാർഡ് ഇപ്പോൾ കാണുന്ന ആൾക്കാരുടെ സ്വഭാവം. അതുപോലെ തന്നെ അടുത്തത് ഹൈ പ്രിസ്റ്റസ്. നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഉള്ളിലുള്ള അറിവിനെയും അവബോധത്തെയും ആശ്രയിക്കാൻ ഈ കാർഡ് നിങ്ങളോട് പറയുന്നുണ്ട്. കാരണം നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലാ ഹൃദയമിടിപ്പ്, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ചിലപ്പോൾ ആരോഗ്യപരമായ വിഷയങ്ങളിൽ ഒരു ഡോക്ടറെ സമീപിക്കുന്നതിന് പുറമേ നിങ്ങളുടെ സ്വന്തം ഉൾവിളികൾ, അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ശരീരത്തെ ഒന്ന് കാണുമ്പോൾ, ഒന്ന് മനസ്സിരുത്തി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഉൾവിളികളിൽ ഒരു കാര്യം തെളിഞ്ഞു വരാം. അപ്പോൾ അത് നിങ്ങൾ കണ്ടെത്തണമെന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ അത് മറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കാണിച്ചു തരും. അതിനാൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ഇതിനു വേണ്ടി നിങ്ങൾക്ക് ധ്യാനം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. അടുത്തത് നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ്? 9 ഓഫ് വാൻസ് ആണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ചില വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് വരികയാണ്. കാരണം ഇത്രയൊക്കെ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ട്, അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അതിൽ കുറച്ച് പുറകോട്ട് പോകുന്നുണ്ടെങ്കിലും, അതായത് നിങ്ങൾക്ക് ഈ വെല്ലുവിളികൾ വരുമ്പോൾ പുറകോട്ട് പോകണോ നിർത്തണോ എന്ന് തോന്നുമെങ്കിലും ലക്ഷ്യത്തിലെത്താൻ ഒരു ചെറിയ ദൂരം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വെല്ലുവിളികളെ പ്രതിരോധിച്ച് നിങ്ങളുടെ കഴിവിനെയും പിടിച്ചു നിൽക്കാനുള്ള നിങ്ങളുടെ ധൈര്യത്തെയുമാണ് ഈ കാർഡ് കാണിക്കുന്നത്. അവസാന ഘട്ടത്തിൽ വരുന്ന തടസ്സങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. കാരണം ഇതുവരെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ പിറകോട്ട് പോകരുത്. കാരണം ഇനിയൊരു കുറച്ച് ദൂരമേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആ ഒരു ആഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കുറച്ച് ദൂരമേ ഉള്ളൂ. പാതി വഴി ഇട്ടേച്ച് പോകരുത്. ആ കഠിനാധ്വാനത്തിന് ശേഷം ഒരു ചെറിയ ഇടവേള ആവശ്യമായി വന്നേക്കാം. പക്ഷേ
ലക്ഷ്യം കൈവരിക്കാൻ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോകണമെന്നാണ് ഈ കാർഡ് നിങ്ങൾക്ക് തരുന്ന സന്ദേശം. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതവുമായി എന്തെങ്കിലും ബന്ധം വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ വന്ന് അഭിപ്രായം പറയാൻ മടിക്കരുത്. ഓക്കെ, താങ്ക് യു.